ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ടെൻസിലെ ബാക്കി ഭാഗമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ട്രാൻസാക്ഷൻ പേപ്പറിലുള്ള മൊഡ്യൂൾ 2 ടെൻസ് എന്ന് പറയുന്നൊരു ഭാഗം അല്ലേ. മൊഡ്യൂൾ 2 അല്ല, മൊഡ്യൂൾ 3 ആണ്. മൊഡ്യൂൾ 3 ടെൻസ് എന്ന് പറയുന്ന ഭാഗം. അതിൽ പ്രസൻറ്റിനെ കുറിച്ച് പറഞ്ഞു. ഇനി പാസ്റ്റിൽ സിമ്പിൾ പാസ്റ്റിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, നോക്കാം. ഇറ്റ് റെയിൻഡ് ഇൻ കേരള യെസ്റ്റർഡേ. അപ്പോൾ അവിടെ നോക്കൂ, നമ്മൾ ഏതൊരു ടെൻസ് നോക്കുകയാണെങ്കിലും അതിൽ വേർബിനെയാണ് നോക്കുക. വേർബ് നോക്കിയാലാണ് നമുക്ക് അത് ഏത് ടെൻസാണെന്ന് മനസ്സിലാവുന്നത്. പ്രസൻ്റ് ആണോ, പാസ്റ്റ് ആണോ, ഫ്യൂച്ചർ ആണോ എന്നുള്ളത് മനസ്സിലാവുക അതിൻ്റെ വേർബിലേക്കാണ്. ഇതിൽ വേർബ് എന്താണ്? റെയിൻഡ് എന്നാണ്. അപ്പോൾ റെയിൻഡ്. അപ്പോൾ 3 രൂപങ്ങളാണ് ഓരോ വേർബിനും മെയിനായിട്ടുള്ളത്. അതിൽ റെയിൻഡ്. ഇതിൽ രണ്ടാമത്തെ രൂപമാണ് റെയിൻഡ് എന്ന് പറഞ്ഞത്. ഓക്കെ, എന്നാൽ മൂന്നാമത്തെ രൂപം വരികയാണെങ്കിൽ വെറും റെയിൻഡ്. എന്തുകൊണ്ട് മൂന്നാമത്തെ രൂപമല്ല എന്ന് ചോദിച്ചാൽ ആ മൂന്നാമത്തെ രൂപം ഒരിക്കലും ഒറ്റയ്ക്ക് വരില്ല എന്നുള്ളതാണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ PP രൂപമാണ് മൂന്നാമത്തെ രൂപം. അതൊരിക്കലും ഒറ്റയ്ക്ക് വരില്ല. അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ഓക്സിലറി വെർബ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ റെയിൻഡ് എന്നുള്ളത് സെക്കൻഡ് രൂപമാണ്. രണ്ടാമത്തെ രൂപം ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും അത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചിരിക്കുന്നത്? നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത് ടു ടോക്ക് അബൌട്ട് സിമ്പിൾ പാസ്റ്റ് ആക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ്. ജസ്റ്റ് പാസ്റ്റ് ആക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ്, കഴിഞ്ഞു പോയ പ്രവൃത്തികളെയും പ്രവൃത്തികളെ സൂചിപ്പിക്കാനാണ് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുന്നത്. മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. രാജേഷ് വാച്ച്ഡ് TV ലാസ്റ്റ് നൈറ്റ്. അപ്പോൾ വാച്ച്ഡ്. അപ്പോൾ രണ്ടാമത്തെ രൂപമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതും സിമ്പിൾ പാസ്റ്റ് ആണ്. ഓക്കെ, അറ്റ് വൺ പെർട്ടിക്കുലർ ടൈം ഇൻ ദ പാസ്റ്റ് ദിസ് ഹാപ്പൻഡ്. ഏതോ ഒരു സമയം, അതായത് പാസ്റ്റിൽ ഏതോ ഒരു സമയം ഈ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഇതിൽ പറയുന്നത്. അടുത്ത് നോക്കൂ. ഐ വെൻറ്റ് ടു ദ സിനിമ 3 times ലാസ്റ്റ് വീക്ക്. കഴിഞ്ഞ ആഴ്ച 3 പ്രാവശ്യം ഞാൻ സിനിമയ്ക്ക് പോയി. അവിടെ 3 times. അപ്പോൾ ദ ഇവൻറ്റ് ബിഗാൻ ആൻഡ് എൻഡഡ് ഇൻ ദ പാസ്റ്റ്. അതായത് നമ്മളിപ്പം കഴിഞ്ഞ അല്ലെങ്കിൽ ഭൂതകാലത്ത് തുടങ്ങി പിന്നെ ഭൂതകാലത്ത് തന്നെ അവസാനിച്ച പ്രവൃത്തികളെ സൂചിപ്പിക്കാനും സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാം. ഓക്കെ, ഐ വെൻറ്റ് ടു ദ സിനിമ 3 times ലാസ്റ്റ് വീക്ക്. ഓക്കെ, ഇവിടെ ഐ ഓൾവേസ് വെൻറ്റ് ഷോപ്പിംഗ് ഓൺ സാറ്റർഡേയ്സ്. ഇവിടെ വി യൂസ് പാസ്റ്റ് സിമ്പിൾ അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ടു ടോക്ക് അബൌട്ട് റിപ്പീറ്റഡ് പാസ്റ്റ് ആക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ്. ഭൂതകാലത്ത് പല തവണകളായിട്ട് നടന്ന പ്രവൃത്തികളെ സൂചിപ്പിക്കാനും സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. ഓക്കെ, സോ വി യൂസ് പാസ്റ്റ് സിമ്പിൾ ടു ടോക്ക് അബൌട്ട് റിപ്പീറ്റഡ് പാസ്റ്റ് ആക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ്. വർത്തമാനകാലത്ത് സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളെ സൂചിപ്പിക്കാൻ സിമ്പിൾ പ്രസൻ്റ് ആണ് ഉപയോഗിക്കുക. എന്നാൽ ഭൂതകാലത്ത് സ്ഥിരമായി നടന്നുകൊണ്ടിരുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ സിമ്പിൾ പാസ്റ്റ് ടെൻസാണ് ഉപയോഗിക്കുക എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി നോക്കൂ. മൈ ഫാദർ ന്യൂ ദ പ്രൈം മിനിസ്റ്റർ. അതെന്താണ്? പാസ്റ്റ് സ്റ്റേറ്റ്സ് ആണ്. ലോങ് സ്റ്റാൻഡിങ് സിറ്റുവേഷൻസ് ആൻഡ് ഫീലിങ്സ്. അതാണ് ഇത് പറയാം. മൈ ഫാദർ ന്യൂ ദ പ്രൈം മിനിസ്റ്റർ. ഓക്കെ, ഇതൊരു പാസ്റ്റിലെ കാര്യമാണ്. പാസ്റ്റ് സ്റ്റേറ്റ് ഒരു പാസ്റ്റിലുള്ള ഭൂതകാലത്തെ ഒരവസ്ഥയെ സൂചിപ്പിക്കുകയാണ്. ഇതിൽ അയാളൊന്നും ചെയ്യുന്നൊന്നുമില്ല. മൈ ഫാദർ, അദ്ദേഹം ഒന്നും ചെയ്യുന്നൊന്നുമില്ല, പക്ഷേ അദ്ദേഹം ഒരു സ്റ്റേറ്റാണ്, ഒരു പ്രവൃത്തി ചെയ്യുന്നില്ലെങ്കിലും ഒരു അവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്. മറ്റൊരു എക്സാമ്പിൾ. ലാസ്റ്റ് തേഴ്സ്ഡേ അറ്റ് ലഞ്ച് ടൈം ഇൻ ദ ഈവനിങ് 10 years ago, ലോങ് എഗോ. ഈ സാധനങ്ങളൊക്കെ, ഈ ഒരു ടൈം വേർഡ്സ് എന്ന് പറയുക ഇതിനൊക്കെ. ലാസ്റ്റ് തേഴ്സ്ഡേ, അറ്റ് ലഞ്ച് ടൈം, ഇൻ ദ ഈവനിങ്, 10 years ago, ലോങ് എഗോ. സോ വി ഓഫൺ യൂസ് എ ടൈം എക്സ്പ്രഷൻ വിത്ത് ദ പാസ്റ്റ് സിമ്പിൾ അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ കൂടെയാണ് ഇത്തരം ടൈം എക്സ്പ്രഷൻസ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം യെസ്റ്റർഡേ,
ഇനിയുണ്ട് കുറേ വാക്കുകൾ. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ലോങ് സിൻസ്, ഇറ്റ് ഈസ് ലോങ് സിൻസ്. ഓക്കെ, അതുപോലെ ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം, യെസ്റ്റർഡേ, എഗോ. ഓക്കെ, അപ്പം അങ്ങനെയുള്ള എക്സ്പ്രഷൻസിൻ്റെ കൂടെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസാണ് ഉപയോഗിക്കുക. ഓക്കെ, ഇനി പാസ്റ്റ് ടെൻസിൻ്റെ ഫോം നോക്കാം. പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ്, WH ക്വസ്റ്റ്യൻസ്, അങ്ങനെ മൂന്നായിട്ട് തിരിക്കാം. പാസ്റ്റ് ടെൻസിനെ നമ്മൾ 3 ഭാഗമാക്കാം: പോസിറ്റീവ്, നെഗറ്റീവ്, WH ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ റെഗുലർ വെർബാണെങ്കിൽ ഐ ഓർ യു ഓർ വി, ഇങ്ങനെ ഏത് സബ്ജക്റ്റും ആവാം കേട്ടോ. ദേ വാച്ച്ഡ്, റെഗുലർ വെർബാണെങ്കിൽ. ഓക്കെ, ഇപ്പോൾ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ ഐ ഡിഡ് നോട്ട് അല്ലെങ്കിൽ ഡിഡിൻറ്റ് വാച്ച് എന്ന് പറയാം. WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ വാട്ട് ഡിഡ് യു വാച്ച്. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിൽ വെർബിൻ്റെ രണ്ടാമത്തെ രൂപം ഉപയോഗിച്ചു. നെഗറ്റീവിലും WH ക്വസ്റ്റ്യനിലും വെർബിൻ്റെ ഒന്നാമത്തെ രൂപമാണ് ഉപയോഗിച്ചത്. പക്ഷേ അതിൻ്റെ കൂടെ എന്തുണ്ടാവും? ഡിഡ് എന്ന് പറയുന്ന ഒരു ഓക്സിലറി അതിൻ്റെ കൂടെ ഉണ്ടാവും. ഓക്കെ, ഐ ഡിഡ് നോട്ട് വാച്ച്, വാട്ട് ഡിഡ് യു വാച്ച്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡിഡ് എന്ന് പറയുന്ന ഒരു ഓക്സിലറി പുറത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോഴാണ് വെർബിൻ്റെ ഒന്നാമത്തെ രൂപം ഉപയോഗിക്കുക. ഇനി ഇറഗുലർ വെർബ് ആണെങ്കിലോ ഐ, യു, എക്സെട്ര, വെൻറ്റ്, ഹാഡ്, എയ്റ്റ്. ഓക്കെ, നോക്കൂ, ഐ ഡിഡ് നോട്ട് ഈറ്റ് അല്ലെങ്കിൽ ഐ ഡിഡിൻറ്റ് ഈറ്റ്. അപ്പം ഐ വെൻറ്റ് ടു ദ മാർക്കറ്റ് എന്ന് പറയും. ഐ ഹാഡ് എ കാർ, ഐ എയ്റ്റ് മൈ ഫുഡ്. അപ്പം അങ്ങനെയൊക്കെ പറയാം. അതിൻ്റെ നെഗറ്റീവ് എന്താണ്? ഐ ഡിഡ് നോട്ട് ഈറ്റ്, ഐ ഡിഡിൻറ്റ് ഹാവ് എ കാർ, ഐ ഡിഡ് നോട്ട് ഈറ്റ് മൈ ഫുഡ്. ഓക്കെ, അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുകയാണെങ്കിൽ വേർ ഡിഡ് യു ഗോ, വേർ ഡിഡ് യു ഗോ. ഓക്കെ, ഇനി വേറെ നോക്കൂ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. ഡിഡ് യു വാച്ച് ഇറ്റ്? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. പോസിറ്റീവ് ഷോർട്ട് ആൻസറാണ്, യെസ് ഐ ഡിഡ്. നെഗറ്റീവ് ഷോർട്ട് ആൻസർ ആണെങ്കിൽ നോ ഐ ഡിഡിൻറ്റ്. വേറെ ക്വസ്റ്റ്യൻ, ഡിഡ് യു ഗോ ഹോം ദെൻ? അപ്പോഴും പോസിറ്റീവായിട്ട് നമുക്ക് പറയാം യെസ് ഐ വെൻറ്റ്, യെസ് ഐ വെൻറ്റ് എന്ന് പറയാം. നെഗറ്റീവ് ഷോർട്ട് ആൻസർ ആണെങ്കിൽ നോ ഐ ഡിഡിൻറ്റ് ഗോ, ഐ ഡിഡിൻറ്റ് എന്ന് പറഞ്ഞാൽ അതിന് നോ ഐ ഡിഡിൻറ്റ്. ഇതിൽ എക്സസൈസ് നോക്കാം. ആർ ദ പാസ്റ്റ് സിമ്പിൾ വേർബ് ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസസ് സിംഗിൾ ആക്ഷൻസ്? സിംഗിൾ ആക്ഷൻസ്, ഓക്കെ, റിപ്പീറ്റഡ് ആക്ഷൻസ് ഓർ പാസ്റ്റ് സ്റ്റേജ് എന്നുള്ളത് അതിനൊക്കെ ഷോർട്ട് ഫോമാണ് SA, RA ആൻഡ് PS. എക്സാമ്പിൾ, ഐ ടുക്ക് ദ ന്യൂ CD പ്ലെയർ ഔട്ട് ഓഫ് ദ ബോക്സ്, പ്ലഗ്ഡ് ഇറ്റ് ഇൻ ആൻഡ് സ്വിച്ച്ഡ് ഇറ്റ് ഓൺ. ഓക്കെ, അവിടെ ടുക്ക് എന്നുള്ളത് എന്താണ്? റിപ്പീറ്റഡ് ആക്ഷൻ ആണോ, സിംഗിൾ ആക്ഷൻ ആണോ, പാസ്റ്റ് സ്റ്റേറ്റ് ആണോ? അവിടെ സിംഗിൾ ആക്ഷൻ ആണ് അല്ലേ? ഓക്കെ, പ്ലഗ്ഡ് ഇറ്റ് അതും സിംഗിൾ ആക്ഷൻ ആണ്. സ്വിച്ച്ഡ് ഇറ്റ് സിംഗിൾ ആക്ഷൻ ആണ്. അടുത്ത് നോക്കൂ, വി ലിവ്ഡ് ഇൻ എ സ്മോൾ ഹൗസ് ഓൺ ദ കോസ്റ്റ് വിച്ച് ഡിഡിൻറ്റ് ഹാവ് എനി ഹീറ്റിംഗ് ബട്ട് വി ഹാഡ് എ വണ്ടർഫുൾ എക്സൈറ്റിംഗ് ചൈൽഡ്ഹുഡ്. ഓക്കെ, അപ്പോൾ വി ലിവ്ഡ് സിംഗിൾ ആക്ഷൻ ആണ്. ഇൻ എ സ്മോൾ ഹൗസ് ഓൺ ദ കോസ്റ്റ് വിച്ച് ഡിഡിൻറ്റ് ഹാവ് എനി ഹീറ്റിംഗ്. അവിടെ ഡിഡിൻറ്റ് ഹാവ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റ് ആണ്, പാസ്റ്റ് സ്റ്റേറ്റ് ആണ് കേട്ടോ. ഓക്കെ, ബട്ട് വി ഹാഡ് എന്നുള്ളത് എന്താണ്? പാസ്റ്റ് സ്റ്റേറ്റ് ആണ്. എക്സൈറ്റിംഗ് ചൈൽഡ്ഹുഡ്. അടുത്ത് നോക്കൂ, ദേ ലെഫ്റ്റ് അറ്റ് 6 in the evening and drove all the way home without stopping.
അവിടെ ലെഫ്റ്റ് എന്നുള്ളത് എന്താണ്? സിംഗിൾ ആക്ഷനാണ്. ഡ്രോവ് സിംഗിൾ ആക്ഷനാണ്. ഓക്കെ, ഇതൊക്കെ എന്താണ്? സിംഗിൾ ആക്ഷൻസ് ആണ്. ഇനി അടുത്തത്, ആസ് ചിൽഡ്രൻ വി വെൻറ്റ് ടു ദ ടൗൺ സെൻറ്റർ ഓൺ സാറ്റർഡേ ആഫ്റ്റർനൂൺസ്. അവിടെ വെൻറ്റ് എന്നുള്ളത് സിംഗിൾ ആക്ഷനാണ്. സ്പെൻഡ് എന്നുള്ളത് സിംഗിൾ ആക്ഷനാണ്. ഓക്കെ, ആൻഡ് ഓക്കെ, സ്പെൻഡ് എന്നുള്ളതും സിംഗിൾ ആക്ഷനാണ്. അടുത്തത്, മൈ ഫ്രണ്ട് പ്രശാന്ത് കെയിം ടു മൈ ഹൗസ്. അവിടെ കെയിം എന്നുള്ളത് സിംഗിൾ ആക്ഷനാണ്. വി ടോക്ക്ഡ് എന്നുള്ളത് സിംഗിൾ ആക്ഷനാണ്. ഐ ന്യൂ ഹെർ വെൻ ഷി വാസ് എ ഷോപ്പ് അസിസ്റ്റൻറ്റ്. ഇവിടെ ന്യൂ എന്നുള്ളത് എന്താണ്? സിംഗിൾ ആക്ഷനാണോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ആണോ റിപ്പീറ്റഡ് ആക്ഷനാണോ? ഓക്കെ, ഇവിടെ പാസ്റ്റ് സ്റ്റേറ്റ് ആണ്. ന്യൂ എന്നുള്ളത് പാസ്റ്റ് സ്റ്റേറ്റ് ആണ്. ഇൻ ദോസ് ഡേയ്സ് ഐ ഗോട്ട് അപ്പ് റിയലി ഏർലി. അപ്പോൾ അവിടെ റിപ്പീറ്റഡ് ആക്ഷനാണ്. ദോസ് ഡേയ്സ്, അപ്പോൾ അവിടെ റിപ്പീറ്റഡ് ആക്ഷനാണ്. ആൻഡ് റീച്ച്ഡ് കോളേജ്, റീച്ച്ഡ് എന്നുള്ളതും റിപ്പീറ്റഡ് ആണ്, ബിഫോർ ഇറ്റ്. ഓക്കെ, the passage below describes an unsuccessful driving test. Fill in each gap with a verb from below in the past simple. So then you may use one verb for more than once. Be dash feel, അതുപോലെ തന്നെ മൂവ്, പേ, പുഷ്, നോട്ട്, ബ്രേക്ക്, സേ, സ്റ്റോപ്പ്, ട്രൈ. അപ്പോൾ ഇവിടെ നോക്കുന്നത്, ഓൺ മൈ ഫസ്റ്റ് ഡ്രൈവിംഗ് ടെസ്റ്റ് ഐ റാൻ ഔട്ട് ഓഫ് പെട്രോൾ. ഷോർട്ട്ലി ആഫ്റ്റർ ദ റീസ്റ്റാർട്ട് ദ കാർ ഡാഷ് അഗെയിൻ. ഷോർട്ട്ലി ആഫ്റ്റർ ദ റീസ്റ്റാർട്ട് ദ കാർ എന്താണ്? സ്റ്റോപ്ഡ് അഗെയിൻ അല്ലേ? although I tried. I dashed 5 times to restart it. I dashed 5 times. I took, take എന്നുള്ള സാധനം ഉണ്ടോ അതിൽ? ഇല്ല. ഓക്കെ, I pushed എന്ന് കൊടുക്കാം. pushed 5 times to restart it. No, I said to the driving examiner, it won't start. The examiner dashed into the driving seat. Moved. The examiner moved into the driving seat. And I dashed the car to the nearest service station. I pushed the car to the nearest driving station. Service station, where I dashed for the petrol. I stopped. I stopped for the petrol. This is not your fault and will not affect whether you pass the test. He said. But I dashed terrified. I was terrified. And I dashed not surprised to fail for lack of observation. I was not surprised to fail for the lack of observation. ഇനി അടുത്ത് നോക്കൂ, മേക്ക് സിമ്പിൾ പാസ്റ്റ് നെഗറ്റീവ് സെൻറ്റൻസസ്. ഐ പ്ലേഡ് ഹോക്കി. ഐ ഡിഡിൻറ്റ് പ്ലേ ഫുട്ബോൾ. ഹോക്കി. ഓക്കെ. അടുത്തത്, വി സ്പോക്ക് ഹിന്ദി ടുഗെദർ. We didn't speak Tamil together. My uncle taught mathematics. My uncle didn't teach science. I wrote to my sister. I didn't write to my brother. We knew her address. We didn't know her phone number. We told our parents everything.
We didn't tell our parents, sorry, we didn't tell the police anything. Anything. അവിടെ എവറിത്തിങ് എന്നുള്ളത് എനിത്തിങ്. അടുത്തത് കംപ്ലീറ്റ് ദ ക്വസ്റ്റ്യൻസ്. ലുക്ക് അറ്റ് ദ എക്സാമ്പിൾസ്. സംബഡി ഹേർഡ് മീ. അപ്പോൾ ആൻസർ ഹൂ ഹേർഡ് യു. ഹൂ ഹേർഡ് യു. I heard somebody. Who did you hear? Okay. Somebody heard you. Heard me എന്ന് പറയുന്നതിൽ who heard you? Okay. I heard someone. I heard somebody. Who did you hear? I found somebody. Who found you? Who found you? Then somebody wrote to me. Who did write to you? Who did write to you? എന്ന് ചോദിക്കാം. Somebody broke the window. Somebody broke the window. What was broken? What was broken? Okay. I broke something. What did you break? What did you break? Gina played something. What did Gina play? What did Gina play? Something fell off the table. Something fell off the table. What did fall from the table? What was fallen? What did Allah? What was fallen from the table? എന്ന് പറയും. ഇനി അടുത്തത് പ്രീ ലേണിംഗ് ടാസ്ക് ആണ്. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ബ്രാക്കറ്റ്സ്. I dash in Delhi for 8 years. I dash in Delhi for 8 years. I lived. Okay, in 80. I lived. Okay. I lived in Delhi for 8 years. John dashed TV when the phone rang. John was watching TV when the phone rang. When my mother got home, she dashed tea for me. She was making when my mother got home, she was making tea for me. What dash